എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഈ ചാനലിൽ ഞാൻ ദ സീക്രട്ട് എന്ന പുസ്തകത്തിൻ്റെ മലയാള വിവർത്തനമാണ് വായിക്കുന്നത്. ഇതിൻ്റെ 9ാമത്തെ ചാപ്റ്ററാണ് ഞാനിപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനു മുന്നേയുള്ള ചാപ്റ്ററുകളെല്ലാം ഞാൻ പ്ലേലിസ്റ്റിലാക്കി ഇട്ട് വച്ചിട്ടുണ്ട്. കേൾക്കാൻ താല്പര്യമുള്ളവർക്ക് ഒന്ന് പോയി കേൾക്കാം കേട്ടോ. റോണ്ടയുടെ വാക്കുകളാണ് ഞാൻ കഴിഞ്ഞ ദിവസം വായിച്ചുകൊണ്ടിരുന്നത്. ഞാൻ തുടർന്ന് വായിക്കാം. ഭാവിയിൽ ഉണ്ടാവാൻ പോകുന്ന എല്ലാ അറിവും, എല്ലാ കണ്ടുപിടുത്തങ്ങളും, എല്ലാ നൂതന ആവിഷ്കാരങ്ങളും പ്രപഞ്ച മനസ്സിൽ സാധ്യതകളായി മനുഷ്യ മനസ്സിലേക്ക് വലിച്ചടുപ്പിക്കപ്പെടുന്നതിനായി കാത്തിരിക്കുകയാണ്. ചരിത്രത്തിലുണ്ടായിട്ടുള്ള എല്ലാ സൃഷ്ടികളും എല്ലാ ആവിഷ്കാരങ്ങളും ഇത്തരത്തിൽ പ്രപഞ്ച മനസ്സിൽ നിന്ന് അതാത് വ്യക്തികൾ ബോധപൂർവം അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ വലിച്ചെടുത്തിട്ടുള്ളവ തന്നെയാണ്. എങ്ങനെയാണ് നിങ്ങൾ പ്രപഞ്ച മനസ്സിൽ നിന്ന് അതിനെ വലിച്ചെടുക്കുന്നത്? അതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അവബോധത്തിലൂടെയും നിങ്ങളുടെ വിസ്മയകരമായ ഭാവനാശക്തിയെ ഉപയോഗപ്പെടുത്തിയുമാണ് നിങ്ങൾ അത് ചെയ്യുന്നത്. പൂർത്തീകരിക്കപ്പെടേണ്ട ആവശ്യങ്ങൾ എന്തെല്ലാമാണ് ഉള്ളതെന്ന് നിങ്ങൾക്ക് ചുറ്റും ഒന്ന് കണ്ണോടിച്ചു നോക്കൂ. അവയിൽ പലതും നിറവേറ്റുന്നതിന് ഉതകുന്ന മഹത്തായ ഒരു ആവിഷ്കാരം ഉണ്ടായിരുന്നെങ്കിൽ എന്നൊന്ന് സങ്കല്പിച്ചു നോക്കൂ. ആവശ്യങ്ങൾ എന്തെല്ലാം എന്ന് നോക്കുക. പിന്നീട് അത് നിറവേറ്റുന്നതിനുതകുന്ന കണ്ടുപിടുത്തങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ ആവിഷ്കാരങ്ങളെക്കുറിച്ച് സങ്കല്പിക്കുക. ആ കണ്ടുപിടുത്തത്തിനായി അല്ലെങ്കിൽ ആവിഷ്കാരത്തിനായി നിങ്ങൾക്ക് പണിപ്പെടേണ്ടി വരില്ല. കാരണം ആ പരമോന്നത മനസ്സ് ആ സാധ്യതയെ ഉൾക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രമാണ്. ഒരു പ്രത്യേക ആവശ്യം നിറവേറ്റുന്നതിന് ഉതകുന്ന ആവിഷ്കാരത്തെപ്പറ്റി സങ്കല്പിച്ചുകൊണ്ട് അതിൻ്റെ ഫലപ്രാപ്തിയിൽ മനസ്സിനെ ഏകാഗ്രമാക്കുക. അപ്പോൾ നിങ്ങൾക്ക് അത് യാഥാർത്ഥ്യമാക്കുവാനാകും. നിങ്ങൾ ആവശ്യപ്പെടുകയും അനുഭവിക്കുകയും വിശ്വസിക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് ലഭ്യമാവും. ഒരു ചെറിയ വിരൽ സ്പർശം കൊണ്ട് നിങ്ങളിലേക്ക് എത്താനായി ആശയങ്ങളുടെ ഒരു അളവറ്റ ശേഖരം തന്നെയുണ്ട്. എല്ലാറ്റിനെയും നിങ്ങൾ നിങ്ങളുടെ പ്രജ്ഞയിൽ ഉൾക്കൊണ്ടിരിക്കുന്നു. ദിവ്യ മനസ്സ് എന്നത് മാത്രമാണ് ഒരേ ഒരു യാഥാർത്ഥ്യം. ഇത് ചാൾസ് ഫിൽമോറിൻ്റെ വാക്കുകളാണ്. ജോൺ അസറഫ് ഇങ്ങനെ പറയുന്നു: നാം എല്ലാം തമ്മിൽ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. നാം അത് കാണുന്നേയില്ല. പുറം അല്ലെങ്കിൽ അകം എന്നൊന്ന് ഇല്ല തന്നെ. പ്രപഞ്ചത്തിലുള്ള എല്ലാം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. അത് ഒരൊറ്റ ഊർജമണ്ഡലമാണ്. ഏതു വിധത്തിൽ നോക്കിയാലും ഫലം ഒന്നു തന്നെയാണ്. നാം ഒന്നാണ്. നാം എല്ലാം പരസ്പരം ബന്ധിക്കപ്പെട്ടവരാണ്. ഇന്നത്തെ വായന ഞാൻ ഇവിടെ നിർത്തുകയാണ്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.